അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ ആദ്യമായി ദ്വിദിന സന്ദർശനത്തിന് എത്തിയതായിരുന്നു ഷെയ്ഖ് ഖാലിദ്. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. ഔദ്യോഗിക സന്ദർശനത്തിനായി ഡൽഹിയിലെത്തിയ ഷെയ്ഖ് ഖാലിദിനെ ഹൈദരാബാദ് ഹൗസിൽ നരേന്ദ്രമോദി സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസമെത്തിയ കിരീടാവകാശിയെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വിമാനത്താവളത്തിൽ എത്തി സ്വാഗതം ചെയ്തിരുന്നു. ഉറ്റ സുഹൃത്തിന് ഊഷ്മള സ്വാഗതം എന്നാണ് ഷെയ്ഖ് ഖാലിദ് മോദി കൂടിക്കാഴ്ചയെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളും സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഷെയ്ഖ് ഖാലിദ് രാജ്ഘട്ടിൽ എത്തി ആദരമർപ്പിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ച ശേഷം നടക്കുന്ന പരിപാടികൾക്കായി അദ്ദേഹം മുംബൈയിലേക്ക് പോകും. മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ ഷെയ്ഖ് ഖാലിദിനെ അനുഗമിക്കുന്നുണ്ട്. ഫെബ്രുവരിയിൽ മോദി UAE സന്ദർശിച്ചിരുന്നു. അബുദാബിയിൽ ആദ്യ ഹിന്ദു ക്ഷേത്രം ഈ സന്ദർശനത്തിലാണ് മോദി ഉദ്ഘാടനം ചെയ്തത്. ആദ്യ നരേന്ദ്രമോദി സർക്കാരിൻ്റെ സമയത്ത് തന്നെ അറേബ്യൻ രാജ്യങ്ങളുമായി വളരെ അടുത്ത ബന്ധമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാത്തു സൂക്ഷിച്ചു പോരുന്നത്. ഇതിനു മുൻപുണ്ടായിരുന്ന സർക്കാരുകളൊന്നും ചെയ്യാത്ത പല കാര്യങ്ങളും, പല സഹകരണ പ്രസ്ഥാനങ്ങളും, പല നയതന്ത്ര ഇടപാടുകളും UAE പോലുള്ള രാജ്യങ്ങളുമായി, GCCയിലെ മറ്റ് രാജ്യങ്ങളുമൊക്കെയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ആളുകളും ഭരണാധികാരികളുമൊക്കെ ഇന്ത്യയിലെത്തുകയും പ്രധാനമന്ത്രി അങ്ങോട്ട് പോവുകയും ഒക്കെ പലവട്ടം ചെയ്തിരുന്നു. UAEയിലെ വിദേശ പൗരന്മാർക്ക് നൽകുന്ന ഏറ്റവും പരമോന്നത ബഹുമതിയായ സായിദ് സമ്മാൻ 2018-2019 വർഷം UAE സമ്മാനിച്ചിരുന്നു. പ്രത്യേക വിമാനം സജ്ജീകരിച്ച് അബുദാബി കൊട്ടാരത്തിൽ കൊണ്ടുചെന്നാണ് മോദിക്ക് ഈയൊരു സമ്മാനം അവർ നൽകിയത്. ഇത്തരത്തിൽ അറേബ്യൻ രാജ്യങ്ങളുമായി വളരെ അടുത്ത ബന്ധം കാലങ്ങളായി മോദി പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ സമഗ്ര വികസനത്തിന് വലിയ ഗുണം ചെയ്തു എന്നാണ് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം ആളുകൾ ജോലി ചെയ്യുന്ന മേഖലയാണ് ഗൾഫ് മേഖല. ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ ഇത്തരം നയതന്ത്ര ഇടപാടുകൾ ഇന്ത്യയുമായി നടക്കുന്ന ഒരവസരത്തിൽ കേരളത്തെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കാനും മോദി മറക്കാറില്ല. ഒപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ സേവന സന്നദ്ധതയെക്കുറിച്ച് അറേബ്യൻ രാജ്യങ്ങളുമൊക്കെ തന്നെ പലപ്പോഴും പല അഭിപ്രായ പ്രകടനങ്ങളും അഭിനന്ദനങ്ങളും ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇപ്പോൾ അബുദാബി ഭരണാധികാരി ഇന്ത്യയിലെത്തി പുതിയ നയതന്ത്ര ഇടപാടുകളുമായി ബന്ധപ്പെട്ടും അന്താരാഷ്ട്ര വിഷയങ്ങളുമൊക്കെ തന്നെ ചർച്ച ചെയ്തു എന്നുള്ളതാണ് സൂചനകൾ. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം അദ്ദേഹം രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും സന്ദർശിക്കും. നയതന്ത്ര ഇടപാടുകൾ, ഉഭയകക്ഷി ബന്ധങ്ങൾ, പരസ്പര ധാരണകൾ, പല മേഖലകളിലുള്ള ഇരു രാജ്യങ്ങളുടെയും സഹകരണമൊക്കെ തന്നെയാണ് പ്രധാനമായും ചർച്ചയാകുന്നത്. അറേബ്യൻ രാജ്യങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ.